ഒരിക്കലും ഇനി ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. സ്വന്തം മാതാപിതാക്കൾ ആ ഷൈനിനെ സ്വീകരിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സമാധാനമായ ഒരു ജീവിതം, ഒരു താങ്ങായി തണലായി ഷൈനിക്ക് നിന്നിരുന്നെങ്കിൽ ഒരിക്കലും ഷൈനി ഇത് ചെയ്യില്ലായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഷൈനിയെ എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ഇത് ചോദിക്കാനൊരു കാര്യമുണ്ട്. ഷൈനിയെ എല്ലാവരും മറന്നു. ഷൈനിയെയും ഷൈനിയുടെ പിഞ്ചു കുഞ്ഞുങ്ങളെയും എല്ലാവരും മറന്നിരിക്കുകയാണ്. ഫെബ്രുവരി മാസം 28-ാം തീയതിയാണ് ഷൈനി തന്റെ 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് റെയിൽവേ ട്രാക്കിൽ നിന്ന് സ്വന്തം ജീവിതം അവസാനിപ്പിച്ചത്, കൂടെ കുഞ്ഞുങ്ങളുടെയും. ഇത് കഴിഞ്ഞതിന് ശേഷം പലരും ഈ ഒരു വിഷയം എടുത്ത് സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ തന്നെ ചർച്ചിലുള്ള പലരും രംഗത്തിറങ്ങി ഇതിനെതിരെ സമരവുമായി എത്തിയിരുന്നു. എന്നാൽ കുറച്ച് ദിവസമായിട്ട് ഷൈനിയുടെ ഒരു വിഷയത്തെക്കുറിച്ച് ആരും ഒന്നും സംസാരിക്കുന്നില്ല. ആരും എന്താണ് ഒന്നും സംസാരിക്കാത്തത്? നിങ്ങൾക്കൊന്നും ഹൈലൈറ്റ് വാർത്ത കിട്ടാത്തതുകൊണ്ടാണോ? എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചോളൂ. ഇങ്ങനെ നിങ്ങൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഷൈനിയുടെ ഒരു കേസ് എങ്ങും എത്താതെ പോകും. എൻ്റെ വീഡിയോ കാണുന്ന ഓരോ പ്രേക്ഷകരോടും ഞാൻ പറയുകയാണ്, നിങ്ങൾക്കുമുണ്ട് ഉത്തരവാദിത്തങ്ങൾ. നിങ്ങൾ കമൻ്റ് ഇട്ടു, നിങ്ങളത് കഴിഞ്ഞു, നിങ്ങളത് പോയി കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു ഫോളോ അപ്പ് നടത്തിയില്ല എങ്കിൽ ഈ കേസ് എങ്ങും എത്തില്ല. നാളെ 1 അല്ല 10 ഷൈനിമാർ നാളെ നമ്മുടെയൊക്കെ സമൂഹത്തിലുണ്ടാകും. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ വാർത്തകളും, നിങ്ങൾക്ക് കിട്ടുന്ന എന്തെങ്കിലും അനുഭവങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറയുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനലുകാർക്ക് കൊടുക്കുക. അവരത് വീഡിയോ ആക്കും. അത് മുഖേന എന്താകും, ഈ ഒരു കേസ് ഇങ്ങനെ ഓൺലൈനിൽ തന്നെ നിന്നുകൊണ്ടിരിക്കും. ഇല്ല എങ്കിൽ നിങ്ങൾ ആരും ഇതിനെ പ്രതികരിക്കുകയോ നിങ്ങൾ ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്യാത്ത പക്ഷം ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോകും. ഇത് തേച്ചു മായ്ക്കാനായിട്ടാണ് ആൾക്കാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ബോബി എന്ന് പറയുന്ന അച്ഛനും നോബിയും ഇവരൊക്കെ പിടിപാടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോയി കഴിഞ്ഞാൽ ആർക്ക് പോയി? അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇനി 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയി ആത്മഹത്യ ചെയ്യണമെങ്കിൽ അതിന് പറ്റിയ കാരണമുണ്ടായിരുന്നു. കെട്ടിച്ചു വിട്ട വീട്ടിൽ സമാധാനമില്ലാത്തതുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് എത്തിയപ്പോൾ അവിടെയും ആ പെൺകുട്ടിക്ക് ഒരു പരിഗണനയും കിട്ടിയില്ല. ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പോലും പരിഗണന കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് 2 കുടുംബക്കാർ തമ്മിൽ ഒന്നിച്ചുകൊണ്ട് തേച്ചു മാച്ച് കളയും. അതിനൊരിക്കലും അനുവദിച്ചുകൂടാ. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മെസ്സേജ് ഇട്ട് പോകുന്നതല്ല, വീഡിയോകൾ മാക്സിമം ഷെയർ ചെയ്യുകയും അതുമാത്രവുമല്ല, നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. അങ്ങനെ ഈ ഒരു കേസ് ഇങ്ങനെ തന്നെ മീഡിയകളിൽ നിർത്തിയിരിക്കണം. ഇല്ലാത്ത പക്ഷം ഇത് തേഞ്ഞു മാഞ്ഞു പോവും. പല പല വാർത്തകൾ വരും. അതുകൊണ്ട് അത് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കേസ് എങ്ങും എത്താതെ വരും. അതുകൊണ്ട് നഷ്ടം സംഭവിക്കുന്നത് ഷൈനിയെ സ്നേഹിച്ച ഓരോരുത്തർക്കുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഞാൻ നിങ്ങളെ ഒരു വോയിസ് കേൾപ്പിക്കാം. ഒരു വീട്ടമ്മയുടെ ഒരു വോയിസ് ആണ്. ഈ വോയിസ് കേട്ടാൽ നിങ്ങൾ കരയാതിരിക്കില്ല. ഈ ഒരു അനുഭവം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അവരുടെ ഹൃദയത്തിൽ ഷൈനിയുടെ ആ ഒരു മരണവും കുഞ്ഞുങ്ങളുടെ മരണവും എത്രമാത്രം വേദന ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കാര്യം കൂടെ പറഞ്ഞുതരാം. എനിക്ക് ഇത് കാണുമ്പോൾ വളരെ സങ്കടമുണ്ട് മാഡം. കാരണം ഇതുപോലെ ഒരു ഷൈനിമാരിനുണ്ടാവരുത്. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോഴും സ്വന്തം മാതാപിതാക്കൾ അവരെ പരിഗണിച്ചിരുന്നെങ്കിൽ, അവരെ സമാധാനം കൊടുത്തിരുന്നെങ്കിൽ അത് ഷൈനി ഇത് ചെയ്യില്ലായിരുന്നു. ആ കുഞ്ഞുമക്കളെയും കൊണ്ട് ജീവിതം അവസാനിപ്പിക്കലായിരുന്നു. ഒരു സ്ത്രീക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആവുമ്പോഴാണ് അവർ മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. ഇനി ഇതുപോലെ ഒന്നും ആവർത്തിക്കാതിരിക്കാൻ നമ്മുടെ നിയമങ്ങളും നമ്മുടെ സഭാ നിയമങ്ങളും സഭകളൊന്നും ഇതിനു വേണ്ടിയിട്ട് മുൻകരുതൽ എടുക്കുക. ഇതുപോലെ ഒരു സ്ത്രീക്ക് ഉണ്ടാവരുത്. പിന്നെ എനിക്ക് ഒന്ന് പറയാനുള്ളത്, ആ CCTV കൂടി കാണുന്ന ആ കുഞ്ഞുമോളെ മക്കളെ വിളിച്ചു കൊണ്ടുപോകുന്ന രംഗം കാണുമ്പോൾ അറിയാതെയാണെങ്കിൽ ഒരിക്കൽ പോലും ഞാൻ ഷൈനിയെ ആ മക്കളെ കണ്ടിട്ടില്ല. അത് കാണുമ്പോൾ വളരെ നീറുകയാണ് ഇപ്പോഴും. ഒരിക്കലും ഇനി ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. സ്വന്തം മാതാപിതാക്കൾ ആ ഷൈനിനെ സ്വീകരിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സമാധാനമായ ഒരു ജീവിതം, ഒരു താങ്ങായി തണലായി ഷൈനിക്ക് നിന്നിരുന്നെങ്കിൽ ഒരിക്കലും ഷൈനി ഇത് ചെയ്യില്ലായിരുന്നു. ഒന്നും പറയാൻ കിട്ടുന്നില്ല മാം. ഈ ഒരു വോയിസ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് സങ്കടം വരുന്നില്ലേ? നിങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ലേ? ഇതുപോലെ പല വീട്ടമ്മമാരുമുണ്ട് പറയാൻ ആഗ്രഹിക്കുന്നവർ. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഈ സമൂഹത്തിൽ ചെയ്യാനായിട്ടുള്ള പല കാര്യങ്ങളും. ഇതുപോലെ പല ഷൈനിമാരുണ്ടാകരുത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണം, ഒരു മനസ്സിലൊരു ഇത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഷൈനിയുടെ ഈ ഒരു കേസ് ഇതെപ്പോഴും നിങ്ങൾ ഓൺ എയറിൽ തന്നെ നിർത്തണം. ഇല്ല എങ്കിൽ ഇതെങ്ങും പോയി എത്തത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകണം. കാരണം ഇതിൻ്റെ അകത്ത് 2 ഫാമിലിയും കുറ്റക്കാരായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർ 2 പേരും കൂടി വിചാരിച്ചാൽ ഇതങ്ങ് പോകും, അങ്ങ് തേഞ്ഞു മാഞ്ഞു പോകും. അതുമാത്രമല്ല, ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന ബോബി എന്ന് പറയുന്ന ഒരു അച്ഛനാണ്.
പിടിപാടുള്ളവരാണ്. നോബി ആണെങ്കിൽ ജാമ്യത്തിന് അപേക്ഷയെങ്കിൽ അത് കിട്ടിയില്ല. അവനൊരു സന്ദേശം ഈ പറയുന്ന ഷൈനിക്ക് അയച്ചിരുന്നു. ആ സന്ദേശം ഇച്ചിരി മോശമാണെന്ന് ഈ നോബി തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അവനത് എന്താണ് അയച്ചതെന്ന് അവൻ പറയുന്നുമില്ല. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഷൈനിക്ക് നീതി കിട്ടാതിരിക്കാൻ അവർ പല കളികളും കളിക്കും. അതുകൊണ്ട് തന്നെ ജനങ്ങളെ നിങ്ങൾ ഉണരുക. നിങ്ങൾക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ഇൻഫർമേഷൻ ആണെങ്കിലും ഞങ്ങളെ പോലെയുള്ളവർക്ക് തരിക. എന്നിട്ട് അത് എന്ത് ചെയ്യണം? അത് വീഡിയോ മുഖേന എത്തണം. അത് ഓൺ എയറിൽ എപ്പോഴും ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടണം. ഇല്ല എങ്കിൽ ഷൈനി കേസ് എങ്ങും എത്തത്തില്ല എന്നുള്ള കാര്യം വീണ്ടും ഞാൻ നിങ്ങളോട് പറയുകയാണ്. എൻ്റെ പൊന്നു പ്രേക്ഷകരെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇതുപോലെയുള്ള പല വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നു. ഒരു സൈഡിൽ അഫാൻ്റെ വന്നുകൊണ്ടിരിക്കുന്നു. അഫാൻ്റെ കേസ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പം അതൊരു ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പല കേസുകളാണ് ഓരോ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു കേസ് ഒരിക്കലും ഇങ്ങനെ അങ്ങ് നിന്നു പോകരുത്, അല്ലെങ്കിൽ അത് മാഞ്ഞു പോകരുത്. അത് കറക്റ്റായിട്ടുള്ള ഒരു നിയമ നടപടി തന്നെ ഈ പറയുന്നവന്മാർക്ക് കിട്ടണം. അതുവരേക്കും എല്ലാവരും സഹകരിച്ച് എല്ലാവരും ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കണം എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. മാക്സിമം നിങ്ങൾ ഈ ഒരു വിഷയം ഈ വീഡിയോ ചെയ്യുന്നവരിലേക്കൊക്കെ എത്തിക്കുക. അതോടൊപ്പം തന്നെ അവരോടൊക്കെ പറയുക, നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷനൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നവരെ, ഇപ്പോൾ എന്നെ പോലെയുള്ള എത്രയോ പേരുണ്ട്, അവർക്കൊക്കെ അറിയിച്ചു കൊടുക്കുക. അപ്പോൾ അറിയിച്ചു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? അവരത് വിഷയം എടുത്ത് വീഡിയോ ചെയ്യും. അപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് മറ്റുള്ളവരിലേക്ക് എത്തും. അങ്ങനെ ഈ ഒരു വിഷയങ്ങൾ ഓൺ എയറിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് ഒരിക്കലും പോത്തില്ല. അപ്പോൾ എല്ലാവരും എടുത്ത് ചർച്ച ചെയ്യും. ഇല്ല എങ്കിൽ അങ്ങ് താണങ്ങ് പോകും. അത് പോകും. എല്ലാം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ദയവ് ചെയ്ത് എന്നെ മെസ്സേജ് ഇട്ട് അറിയിക്കുക. ഓക്കെ, ഞാൻ അതിനുള്ള വീഡിയോ ചെയ്യാം. അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ നിങ്ങൾക്കറിയാവുന്ന എത്ര യൂട്യൂബേഴ്സ് ഉണ്ട് ഇതുപോലെ വീഡിയോ ചെയ്യുന്നവർ, അവർക്കൊക്കെ നിങ്ങൾക്കറിയാവുന്ന ഇൻഫർമേഷൻ കൊടുക്കുക. അത് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കണം. ഒരിക്കലും തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഒരിക്കലും കൊടുക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളത്. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൂടെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.